നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അന്തിയുറങ്ങുന്ന വമ്പൻ VVIP പണച്ചാക്കുകളല്ല. സാധാരണക്കാർ, എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരും അതിനേക്കാൾ നിസ്വരും സാധാരണക്കാരുമായ മനുഷ്യരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി സാധാരണ എത്തുന്നത്. അവിടെ എത്തുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ കെട്ടി കൊണ്ടുപോകുന്നതൊക്കെ മുമ്പ് ഒരു പരിധിവരെ ആളുകൾ ചോറൊക്കെ വീട്ടിൽ നിന്ന് കെട്ടി ആശുപത്രിയിൽ കിടക്കുന്നവർക്കും കൂട്ടിരിക്കുന്നവർക്കുമൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ശൈലി ഒന്ന് മാറി. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നെല്ലാം നമ്മൾ ചോറ് പൊതി ആശുപത്രികളിലേക്ക് കൊടുക്കും. എൻ്റെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും ചോറ് പൊതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ കൊണ്ടുപോകുന്നതല്ല. DYFIയുടെ കുറച്ച് യുവാക്കൾ വാഹനവുമായി വരും. അവരുടെ വാഹനത്തിൽ നമ്മൾ ചോറ് പൊതി, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ചോറ് പൊതി നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മൾ മനോഹരമായി പൊതിഞ്ഞ് അവർക്ക് കൊടുക്കുന്നു. ഈ ചോറ് പൊതി DYFIക്കാർ ആശുപത്രികൾ, അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലുമൊക്കെ അവർ ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ വിശന്ന് വലഞ്ഞിരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാവം തൊഴിലാളികൾക്കും അശരണരായ അഭയം തേടിയിരിക്കുന്ന ആശുപത്രി വരാന്തകളിൽ അഭയം തേടിയിട്ടുള്ള അശരണർക്കും രോഗികൾക്കുമായി പങ്കുവച്ചു കൊടുക്കുന്നു. ആഹാരം കിട്ടിയ സന്തോഷത്തിൽ DYFIക്കാർക്ക് അവർ നന്ദി പറയുന്നു. നല്ല ചെറുപ്പക്കാർ എന്ന് പറയുന്നു. ഹൃദയപൂർവ്വം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി തുടങ്ങിയത് 2017 പിണറായി സർക്കാർ അധികാരമേറ്റ്, ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ് പിറ്റേ വർഷം ആരംഭിച്ചതാണ്. വെറും 100-200 പൊതിയിൽ നിന്ന് തുടങ്ങി 5000-ആയി 50,000-ആയി ഇപ്പോൾ ഏകദേശം 100,000-ഓളം പൊതിച്ചോറുകൾ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലുമായി DYFI പ്രവർത്തകർ വിതരണം ചെയ്യുന്നു. 10 വർഷത്തോളം ആയിരിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ സേവാഭാരതി ഇതേ കർമ്മം ഏറ്റെടുത്തിട്ടുണ്ട്. അത് BJPയുടെ ഒരു ചാരിറ്റി സംഘടനയാണ് സേവാഭാരതി. അവർക്ക് ആംബുലൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് 19 വർഷമായി തുടരുന്നുണ്ട്. അവർ ഇത്ര വിപുലമായല്ല ആഹാരം കൊടുക്കുന്നതെന്ന് മാത്രം. അവർ ഇത്ര വിപുലമായി ആഹാരം ശേഖരിക്കുകയോ ആളുകൾക്ക് വിതരണം ചെയ്യുകയോ ചെയ്യുന്നില്ല. എങ്കിലും അവരും സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി പൊതിച്ചോറ്, ആഹാരം, അന്നം എത്തിക്കുന്നുണ്ട്. അത് നന്മയല്ലേ? പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ സേവാഭാരതി പൊതിച്ചോറ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞോ പ്രിയപ്പെട്ടവരെ? സേവാഭാരതി, DYFI ആംബുലൻസ് ഓടിക്കുന്നുണ്ട്, അതുകൊണ്ട് സേവാഭാരതി ഇനി മുതൽ ആംബുലൻസ് ഓടിക്കേണ്ടതില്ല, ശിവസേന ഓടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം അത് പറയാത്തത്, അത് പറയാൻ പാടില്ല എന്ന തിരിച്ചറിവും വിവേകവും മാത്രമല്ല, ആതുരാലയത്തിൽ ആശ്വാസത്തിന്റെ കണിക തേടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വിശന്നു വലഞ്ഞിരിക്കുന്ന അശരണരുടെ മുന്നിലേക്ക് പൊതിച്ചോറുമായി എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ, സന്നദ്ധ സേവകരെ തടയുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് പിണറായി സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ്, മാടമ്പി കമ്മ്യൂണിസ്റ്റ് G. സുധാകരൻ, അദ്ദേഹത്തിന് ഇപ്പോൾ UDFന്റെ പാളയത്തിലെത്തിയപ്പോൾ അതിങ്ങനെ ഇച്ചിരി അസ്ഖ്യത എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തമാശയ്ക്കൊക്കെ പറയും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഷെഡ് കെട്ടിയും കൊടി കെട്ടിയും ഇരിക്കുന്ന ഇത്തരം ഈ പൊതിച്ചോറ് വിതരണക്കാരെ പിടിച്ച് പുറത്താക്കണം, ആ ഷെഡൊക്കെ അടിച്ചു പൊളിച്ച് കളയണമെന്നാണ് സുധാകരൻ മാടമ്പിയുടെ പ്രഖ്യാപനം. സുധാകരൻ മാടമ്പിയുടെ പ്രഖ്യാപനം മാടമ്പി കുറച്ച് കഴിഞ്ഞ് തിരുത്തി. അവിടെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കൊടുക്കണം. സർക്കാരിനെയാണ് താൻ വിമർശിച്ചത്. സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി അശരണരായ ആളുകൾക്ക് ആഹാരം കൊടുക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് G. സുധാകരൻ പിന്നീട് തിരുത്തി. നല്ല കാര്യം. എന്നാൽ K. മുരളീധരൻ എന്ത് ചെയ്തു? K. മുരളീധരൻ ഇതൊന്നും വകവയ്ക്കുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ ആശുപത്രി കാര്യമൊക്കെ മന്ത്രിയുടെ കാര്യമാണ്, മന്ത്രി തീരുമാനിക്കും. അതിലവിടെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. പൊതിച്ചോറും വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ സർക്കാരിനറിയാൻ കൊടുക്കാൻ എന്ന് K. മുരളീധരൻ പ്രഖ്യാപിച്ചു. K. മുരളീധരൻ മണ്ടനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ആരോഗ്യവകുപ്പ് എന്ന് ഇദ്ദേഹം ഏറ്റെടുത്തു. അന്നു മുതൽ ആരോഗ്യവകുപ്പിനും കഷ്ടകാലമാണ്. പനിമരണങ്ങളെ ലാഘവത്തോടെ എടുത്തു. കട്ടിലിൽ നിന്ന് വീണു മരിച്ചാൽ അത് സ്വാഭാവിക മരണമായി. ഇതുപോലെ നാണം കെട്ട ഒരു ആരോഗ്യ കേരളം ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടാകില്ല. ഇതിനു മുമ്പും കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു. P. ശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, കടൂർ ശിവദാസൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതകളുമാണ്. ഇത്തരം ഇത്ര അധപ്പതിച്ചിട്ടില്ല ആരോഗ്യമേഖല അക്കാലത്ത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറെ കൂടി പുരോഗതി പ്രാപിച്ചു. വിമർശനങ്ങളൊക്കെ ഏറെക്കുറെ ഉണ്ടായിരുന്നുവെങ്കിലും ആ വിമർശനങ്ങളൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ പരിപാലനവും മെച്ചപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ
കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായപ്പോൾ കെ മുരളീധരന് സഹിക്കുന്നില്ല ഈ പൊതിച്ചോറ് വിതരണം. പൊതിച്ചോറ് വിതരണത്തെ സേവാഭാരതിയെ ഉദ്ദേശിച്ചാണെങ്കിലും ഡിവൈഎഫ്ഐയെ ഉദ്ദേശിച്ചാണ് കെ മുരളീധരൻ പറഞ്ഞതെങ്കിലും കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞു. മിസ്റ്റർ കെ മുരളീധരൻ, ഈ പൊതിച്ചോറ് വിതരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി നിങ്ങൾ കണ്ടാൽ, പൊതിച്ചോറ് നൽകുന്നവരോടുള്ള നന്ദി സൂചകമായി പൊതിച്ചോറിൽ നിന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ചിട്ടുള്ളവർ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാരിന്ന് അധികാര സ്ഥാനത്ത് എത്തുകയില്ലായിരുന്നു, നിങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഇന്ന് അധികാരത്തിൽ വരികയില്ലായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസും ഇക്കാര്യം പറഞ്ഞു. രാഷ്ട്രീയം കലർത്തരുത്, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത്, രാഷ്ട്രീയമില്ല. ജാതി മത വർഗ വർണ്ണഭേദമന്യേ പ്രായഭേദമന്യേ ആവശ്യക്കാർക്ക് ആഹാരം കൊടുക്കുന്നതാണ് ഹൃദയപൂർവ്വം പരിപാടിയും അതുപോലെ തന്നെ സേവാഭാരതിയുടെ പരിപാടിയും ഒക്കെ. അവരുടെ ചാരിറ്റി പ്രവർത്തനമാണ്, അതിനകത്ത് കൈ കടത്തേണ്ടതില്ല എന്ന് മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞു. പക്ഷേ കെ മുരളീധരൻ രാവിലെ ഒന്ന് പറഞ്ഞു, പിന്നീട് മലക്കം മറിഞ്ഞു. കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ സർക്കാർ ആശുപത്രികളിലും തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ നല്ല കാര്യം. പലയിടത്തും വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു, വെച്ച് കൊടുത്തോ ആവോ. പലയിടത്തും സഹായം എത്തിക്കുമെന്ന് പറഞ്ഞു, എവിടെയെങ്കിലും സഹായം എത്തിയോ ആവോ. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പേരിൽ സൗജന്യ യാത്ര അനുവദിച്ചു സ്ത്രീകൾക്ക്. KSRTC ജീവനക്കാർക്ക് ഒരു വിഭാഗം തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങി. അപ്പോൾ യാതൊരു കാൽക്കുലേഷനുമില്ലാതെ, യാതൊരു ധാരണയുമില്ലാതെ, യാതൊരു ഹോംവർക്കുമില്ലാതെയാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് തെളിയിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തതെന്ന് നമുക്ക് സുവ്യക്തമായി പറയാൻ കഴിയും. ഈ പൊതിച്ചോറ് വിതരണത്തെയൊക്കെ തുരങ്കം വയ്ക്കാൻ നടക്കുന്ന കെ മുരളീധരൻ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നാണ് കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോൾ വിളിച്ച് പറയുന്നത്. അത് കാണാതെ പോയാൽ UDF-നും കനത്ത പ്രഹരമായിരിക്കും ജനങ്ങൾ നൽകുക.